നമസ്കാരം. ഇന്ത്യയിലെ പുതിയ കാറുകളുടെ വില അടിക്കടി കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ പലരും ഒരു പുതിയ കാറിനായി വലിയൊരു തുക ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇക്കാരണത്താൽ രാജ്യത്തെ സെക്കൻഡ് ഹാൻഡ് കാർ വിപണിയിൽ വൻ ഡിമാൻഡാണ് ഇപ്പോഴുള്ളത്. ഉപയോഗിച്ച കാർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വാങ്ങാൻ പാടില്ലാത്ത ചില കാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഷെവർലെ ക്രൂസ് ആണ്. എൻജിൻ തകരാറുകളും ഇലക്ട്രിക് പ്രശ്നങ്ങളും കഠിനമായ ഷിഫ്റ്റിംഗ് തുടങ്ങിയ ആവർത്തിച്ചുള്ള പ്രശ്നങ്ങളിലും പല ഉടമകളും പരാതിപ്പെടുന്ന ഒരു മോഡലാണ് ഷെവർലെ ക്രൂസ്. മാത്രമല്ല, ഷെവർലെയും സേവനം ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യവുമല്ല. ഫിയറ്റ് ലീനിയാണ് അടുത്തത്. ഗംഭീരമായ സ്റ്റൈലിങ്ങും സുഖപ്രദമായ ഇന്റീരിയറുകളും ലീനിയ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫിയറ്റ് ലീനിയ കുറച്ചുകാലം ജനപ്രിയ മോഡലായി തുടർന്നിട്ടുണ്ട്. എങ്കിലും ഫിയറ്റ് രാജ്യം വിട്ടതിനു ശേഷം മറ്റ് ഫിയറ്റ് മോഡലുകളെ പോലെ ഉയർന്ന അറ്റകുറ്റപ്പണി ചെലവ്, സേവന ശൃംഖല, ഭാഗങ്ങളുടെ ലഭ്യത എന്നിവ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇന്ന് യൂസ്ഡ് കാർ വിപണിയിൽ ഇതിനെ അഭികാമ്യമല്ലാത്ത ഒരു ഓപ്ഷനാക്കി മാറ്റിയിട്ടുണ്ട്. MG ഹെക്ടർ ആണ് അടുത്തത്. ഇന്ത്യയിലെ പുതിയ കാറുകൾക്കിടയിൽ വളരെ ജനപ്രിയമായ ഒന്നാണ് ടെക് ഓറിയന്റഡ് മോഡലായ ഹെക്ടർ. എന്നാൽ അതിൽ ഇലക്ട്രിക്കൽസ്, എയർ കണ്ടീഷനിങ്, ക്ലച്ച് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ പല MG ഹെക്ടർ ഉടമകളും അഭിമുഖീകരിക്കുന്ന ചില സ്ഥിരമായ പ്രശ്നങ്ങളാണ്. ഹോണ്ട BR-V ആണ് അടുത്തത്. ഈ കാറിനും യൂസ്ഡ് കാർ വിപണിയിൽ ജനപ്രിയത കുറവാണ്. ഭാഗങ്ങളുടെ ലഭ്യതയും ശരാശരി പ്രകടനവും അതിന്റെ ആകർഷണത്തെ കൂടുതൽ നശിപ്പിക്കുന്നതാണ്. മഹീന്ദ്ര താർ ആണ് അടുത്തത്. മഹീന്ദ്ര താർ ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും ജനപ്രിയമായ SUV-കളിൽ ഒന്നാണ്. എന്നാൽ ഇത് വാങ്ങുന്ന മിക്ക ഉപഭോക്താക്കൾക്കും ഇത് വളരെയധികം ഉപയോഗിച്ച ശേഷമായിരിക്കും വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പഴയ താർ വാങ്ങാൻ നിങ്ങൾ ഗൗരവമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ, ആക്സൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കനത്ത കേടുപാടുകൾ തുടങ്ങിയവയെ കരുതിയിരിക്കണം. ഹോണ്ട മൊബിലിയോ ആണ് അടുത്തത്. BR-Vയെ പോലെ ഹോണ്ട ബ്രിയോ അടിസ്ഥാനമാക്കിയ MPV മൊബിലിയോയും ഇന്ത്യയിൽ തീർത്തും പരാജയമായിരുന്നു. ഹോണ്ട ബ്രാൻഡിന്റെ ശക്തമായ പ്രശസ്തി ഉണ്ടായിരുന്നിട്ടും മോശം വിൽപ്പന കാരണം മൊബിലിയോ നിർത്തലാക്കി. ഇത് പിന്നീട് അതിന്റെ പുനർവിൽപ്പന മൂല്യത്തെ ബാധിച്ചിരുന്നു. ചില ഉടമകൾ അതിന്റെ ഇന്റീരിയർ ഗുണനിലവാരത്തെയും രൂപകൽപ്പനയെയും വിമർശിക്കുന്നുണ്ട്. ഷെവർലെ ടവേരയാണ് അടുത്തത്. യൂസ്ഡ് കാർ വാങ്ങുന്നവർ പലപ്പോഴും ടവേരയെ പരിഗണിക്കുന്നുണ്ട്. കാരണം അതിന്റെ വിശാലമായ ഇന്റീരിയർ വലിയ കുടുംബങ്ങൾക്കും കൂട്ടയാത്രകൾക്കും അനുയോജ്യമാകുന്ന ഒന്നാണ്. എന്നാൽ 2024 ഇതൊരു നല്ല വാങ്ങൽ ഓപ്ഷൻ അല്ല. കാരണം ഈ കാർ ഒഴിവാക്കാനുള്ള പ്രാഥമിക കാരണം ഭാഗങ്ങളും സേവനങ്ങളും ലഭിക്കുന്നത് ഒരു വലിയ തടസ്സമായി മാറിയേക്കാം എന്നതാണ്. ഷെവർലെ കുറച്ചുകാലം മുമ്പ് ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. ഇത് ടവേരയുടെ ഉടമസ്ഥതയെ വളരെ മോശമാക്കിയിട്ടുണ്ട്. കൂടാതെ ടവേരയുടെ പഴയ മോഡലുകൾക്ക് വിശ്വാസ്യത പ്രശ്നങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്കോഡ ഫാബിയാണ് അടുത്തത്. ഒരു കാലത്ത് ഏറ്റവും നൂതനമായ ഹാച്ച് ബാക്കുകളിൽ ഒന്നായിരുന്നു എങ്കിലും സ്കോഡ ഫാബിയ ഇന്ന് യൂസ്ഡ് കാർ വിപണിയിൽ നിന്നും ഒഴിവാക്കേണ്ട ഒരു മോഡലാണ്. യൂസ്ഡ് കാർ വിപണിയിലെ കുറഞ്ഞ വില, കരുത്തുറ്റ ബിൽഡ് ക്വാളിറ്റി, അസാധ്യകരമായ ഡ്രൈവിംഗ് ഡൈനാമിക്സ് എന്നിവ കാരണം ഇത് പലരെയും പ്രലോഭിപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ കാർ ഒഴിവാക്കുന്നതാണ് ബുദ്ധി. കാരണം ഇത് ഇപ്പോൾ വളരെ പഴയ മോഡലാണ് എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. ഉയർന്ന അറ്റകുറ്റപ്പണി ചെലവുകളും പാർട്സ് ലഭ്യതയുടെ പ്രശ്നങ്ങളുമുണ്ട്. കൂടാതെ ചില ഉടമകൾ ഇലക്ട്രിക്കൽസ്, ഗിയർ ബോക്സ് പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2015 മുമ്പ് നിർമ്മിച്ച മോഡലുകൾക്ക് ഇതൊരു വലിയ ആശങ്കയാണ്. ടാറ്റ ഇൻഡിക്ക ആണ് അടുത്തത്. ഉപയോഗിച്ച ടാറ്റ ഇൻഡിക്കകൾ വിപണിയിൽ 1 ലക്ഷം രൂപയിൽ താഴെ വിലയ്ക്ക് ലഭ്യമാണ്. ഇത് ചിലരെ പ്രലോഭിപ്പിച്ചേക്കാം. എന്നാൽ ഇത് വളരെ പഴക്കമുള്ള മറ്റൊരു കാറാണ്. അതിന്റെ വിശ്വാസ്യതയില്ലായ്മയാണ് ഇത് ഒഴിവാക്കാനുള്ള മറ്റൊരു കാരണവും. ഇൻഡിക്കയുടെ പഴയ മോഡലുകൾക്ക് കാലക്രമേണ വിശ്വാസ്യതയും ബിൽഡ് ക്വാളിറ്റിയും പ്രശ്നങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പിന്നീട് ഉയർന്ന അറ്റകുറ്റപ്പണി ചെലവിലേക്ക് നയിക്കുന്നതാണ്.